ഡിയർ ഫുഡ് ലവേഴ്സ്. അപ്പോൾ വലിയൊരു ഡെക്കറേഷൻ ഇല്ലാതെ നമുക്കൊരു ഞണ്ട് റോസ്റ്റിംഗ് ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ ആദ്യം പറയാം, എനിക്കിതിൽ വലിയ ഡിഗ്രി ഒന്നുമില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ എം മേക്കിംഗ് ഞണ്ട് റോസ്റ്റ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഞണ്ട് അധികം വലിയൊന്നും സൈസൊന്നും അല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു സൈസാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിഗ്രി കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ മമ്മീനെ കൊണ്ടാണ് ഇത് കട്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞി ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് കട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. എന്നിട്ട് തന്നെ മമ്മി തന്നെ എനിക്ക് നന്നായിട്ട് അങ്ങ് ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ക്ലീനിങ്ങും എല്ലാം ആ പോർഷനൊക്കെ അവിടെ നിന്നാണ് കേട്ടോ, കാരണം എനിക്കിത് ക്ലീൻ ചെയ്യാനൊന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫ്ലഷൊക്കെ ഇങ്ങനെ ഉരുകിപ്പോകും പോലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇതിനെ ചൂടാക്കി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞണ്ടിനെ ആദ്യം അങ്ങോട്ട് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് തീരുമാനിക്കാം റോസ്റ്റിനുള്ള കാര്യങ്ങൾ, ഉള്ളി കാര്യങ്ങളൊക്കെ എന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് മഞ്ഞളും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടിയിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മതി, ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനമൊന്നും പോയി പോകും, അങ്ങനെ എന്താ പറയുക, ഉള്ളിലത്തെ സാധനമൊന്നും എന്താ പറയുക, അതന്നെ ഉള്ളിലത്തെ സാധനം അതുപോലെ തന്നെ അവിടെ നിൽക്കും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഞാൻ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തിളച്ചോട്ടെ, അധികം സമയം ഭയങ്കരമായിട്ട് കുക്കാവണ്ട, കാരണം നമുക്ക് ആ ഉള്ളിയുടെ കൂടെ കുക്കാവാനുള്ളതാണ്. എന്നാൽ കുറച്ച് ഉള്ളിലൊക്കെ അറിയണം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഉപ്പും മഞ്ഞളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് അങ്ങ് പിടിക്കും. അല്ല, ഇതൊക്കെ പോട്ടെ, ഞണ്ട് റോസ്റ്റ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടാവും? ചില ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റില്ലല്ലേ, അങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അല്ലാതെ ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ റെയറായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഫേവറേറ്റ് ഫിഷാണ് കേട്ടോ ക്രാബ്, പ്രോൺസ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ ഇതൊന്നും നമുക്ക് അധികം അങ്ങോട്ട് കഴിക്കാനും പറ്റില്ല അല്ലേ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇതുവരെ സ്വന്തമായിട്ട് ഈ സാധനം ഉണ്ടാക്കിയിട്ടില്ല. ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ ഹാവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കഴിക്കും. നമ്മൾ കുക്കിംഗ് ഒന്ന് വഴിതെറ്റി പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ ബാക്ക് ടു കുക്കിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അത് വേറെ തന്നെ ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ സ്ഥിരം ഉള്ളിച്ചെച്ചി, തക്കാളി ചെച്ചി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കുക, പച്ചമുളകും കൂടെ കൂട്ടിയിട്ട്. എന്നിട്ട് ഒരു പാൻ എടുക്കുക, ആ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, വെളിച്ചെണ്ണ വയ്ക്കുക, നോർമൽ തിങ് വഴറ്റിക്കൊണ്ടേയിരിക്കുക. ആദ്യം ഞാൻ അതിലോട്ട് ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക്, ചെറിയുള്ളി ഒരുമിച്ചിട്ട് പേസ്റ്റാക്കി, ആ ഒരു പേസ്റ്റ് ഇല്ലേ അതിട്ട്, പിന്നെ ആകെ ഒരു പുകമയമായിരുന്നു. എന്നോട് കുറച്ച് ഫ്ലെയിം കൂടിപ്പോയി, കുറച്ച് വെക്കുക കേട്ടോ, അല്ലെങ്കിൽ ആകെ മൊത്തം പ്രേതം വന്ന പോലെയാവും. അപ്പം നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ സ്മെല്ലാകുമ്പോൾ എനിക്ക് ഭയങ്കര കിക്കാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടോയെന്ന്. ഈ ഒരു സ്മെല്ലിൽ, ഈ വഴറ്റുമ്പോഴുള്ള സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ സ്മെല്ല് എനിക്ക് അടിക്കുകയാണെങ്കിലില്ലേ, ഞാൻ ചിലപ്പോൾ ആ സ്മെല്ല് കുറച്ച് സമയം വലിച്ച് കയറ്റിയിട്ട് അവിടെ തന്നെ നിൽക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ സ്മെല്ല് കേട്ടോ. അതിനുശേഷം കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് സ്ഥിരം ഡയലോഗ് തന്നെ ഉള്ളി ഇട്ടിട്ട്, ഉള്ളിക്ക് കുറച്ച് ടൈം എടുക്കും. ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ നേരം വഴറ്റണം. എനിക്ക് ചെറിയുള്ളി വഴറ്റുന്ന സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഉള്ളി വഴറ്റുന്ന പ്രോസസ്സ് ഒട്ടും ഇഷ്ടമല്ല. അതായത് ഇതൊരു വല്ലാത്ത പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി വിടുന്നുണ്ട്. നമുക്ക് പണ്ടൊക്കെ ഉള്ളി പെട്ടെന്ന് വഴറ്റാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഉള്ളിക്ക് ഭയങ്കര ഹാർഡ്, കരിങ്കല്ല് പോലെ അങ്ങ് നിൽക്കുക. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടോ. ഞാൻ ഓൾറെഡി നമ്മൾ ക്രാബ് ഫസ്റ്റ് വെള്ളത്തിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പിടുമ്പോൾ കെയർ ചെയ്യണം, അല്ലാതെ വീഡിയോയിൽ ചേച്ചി 2 പ്രാവശ്യം ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ഇട്ടു എന്നുള്ള രീതിയിൽ വന്നിട്ട് ഉപ്പ് കൂടുതലായി പോയിട്ട് കഴിക്കാണ്ടായി പോയിട്ട് എന്നെ പറയരുത്. അപ്പോൾ അവനവൻ്റെ ഉപ്പും എരിവൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഇടുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് മാക്സിമം വഴറ്റുന്നുണ്ട്. കൈ കഴിയുമ്പോൾ ഞാൻ അവിടെ വെക്കും, പിന്നെ അടിയിൽ പിടിക്കാണ്ട് നോക്കണമല്ലോ. അപ്പോൾ ഇത് ലൈറ്റ് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കറിയാം തക്കാളി ഇടേണ്ട ഒരു ടൈം ആയി എന്നുള്ളത്. അപ്പോൾ തക്കാളിക്കും ഭയങ്കര ഹാർഡാണ് ആക്ച്വലി. പറഞ്ഞു വരികയാണെങ്കിൽ തക്കാളിയും കൂടെ ഒരുമിച്ചിടുന്നത് നല്ലത്. പക്ഷേ അത് ഉള്ളിക്ക് അത്ര ഇഷ്ടപ്പെടില്ല, കാരണം ഉള്ളി ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെപ്പോഴും തക്കാളി ഇടുന്നത്. ഇത് രണ്ടും കൂടെ വഴറ്റിയെടുക്കേണ്ട ഒരു വലിയ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുമിച്ചിട്ട് കൈ കഴിയുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തോട്ടോ. എല്ലാവരും ഇങ്ങനെ കൈ കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ വഴറ്റി അങ്ങനെയൊന്നും വേണ്ട, അടിയിൽ അങ്ങനെ പിടിക്കുകയൊന്നുമില്ല ഓയിലുള്ളത് കൊണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അതിൻ്റെ മുന്നേ കൊണ്ട് ഈ പൊടികൾ ആഡ് ചെയ്യേണ്ട, കാരണം ഇതൊന്നും സെറ്റാവില്ല. ഇവർ രണ്ടുപേരും ഒന്ന് ചേർന്നിട്ട് വേണം നമുക്ക് ബാക്കി പൊടികളൊക്കെ ആഡ് ചെയ്യാൻ. അപ്പോൾ ഏകദേശം കളർ ചേഞ്ച് ആയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നില്ലേ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറച്ച് മുളക് പൊടി, ഒരുപാടൊന്നും വേണ്ട. കാരണം നമുക്ക് ഡാർക്ക് കളറാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ മുളക് പൊടി കൂടിപ്പോയാൽ റെഡായി പോകും. അതുകൊണ്ട് അധികം വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ക്രാബിൽ ആഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. പിന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം ചിക്കൻ മസാല. അപ്പോൾ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് ഞാൻ എടുത്തത്. ഞാൻ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുന്നതല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഈസ്റ്റേണായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ഈസ്റ്റേൺ എടുത്തത്. നിങ്ങൾക്ക് ഏത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ മസാല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. കുറേ നേരം നമുക്കിതിങ്ങനെ നല്ല ഫ്ലെയിമൊക്കെ കുറച്ച് കൂട്ടി വെച്ചിട്ട് അങ്ങ് കൊടുത്തേ. കാരണം എന്നാലേ ആ പൊടികളൊക്കെ ഒന്ന് സെറ്റ് ആവുള്ളൂ. ഈ സമയത്ത് ആരും ഇതിൽ കൊണ്ട് വെള്ളമൊന്നും ഒഴിക്കരുത്. ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കണം. പിന്നെയെന്ന് വെച്ചാൽ പെപ്പറാണ് കേട്ടോ മെയിൻ. പെപ്പർ നമുക്ക് നന്നായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യണം. പെപ്പർ ആഡ് ചെയ്യുമ്പോൾ ആണ് ഇതിൻ്റെ ഒരു കളറും ഒക്കെ ഒന്ന് സെറ്റായിട്ട് വരിക. പിന്നെ പെപ്പറിൻ്റെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഈ റോസ്റ്റിലൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത്. അപ്പോൾ ഇതേ പെപ്പറോട്ടം വന്നു. അപ്പോൾ അതിലോട്ട് നമ്മൾ പെപ്പർ ആഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് സ്പൂണാണ്, ടീസ്പൂൺ എന്നൊക്കെ പറയാം, പക്ഷേ അത്യാവശ്യം കൊള്ളും. അപ്പോൾ കുറേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെപ്പർ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ കുറേ നേരം ഈ വഴറ്റൽ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എനിക്കിത് അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആകുമ്പോൾ മീൻസ് ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാധനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കാണിച്ചതിൻ്റെ ധൈര്യം നിങ്ങൾ സമ്മതിക്കണ്ടേ ഗൈസ്? കാരണം നമുക്കിത് എന്താവുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേങ്കിൽ ക്രാബ് ആയതുകൊണ്ട് ഏത് പരുവത്തിൽ വന്നാലും ഞാനിത് കഴിക്കും എന്നുള്ളൊരു ധൈര്യം, കോൺഫിഡൻസ് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. എങ്ങനെയായാലും എനിക്ക് കഴിക്കാൻ പറ്റും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കുമല്ലോ ഒരുവിധ ആൾക്കാരൊക്കെ. അപ്പോൾ ഇതേ ഞാൻ എവിടെ പറഞ്ഞെന്ന് വെച്ചാൽ പെപ്പർ ഉണ്ടല്ലേ, പെപ്പറിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത്. കുറേ സമയം ഉണ്ടപ്പോൾ ഇങ്ങനെ ഇളക്കി എന്നാലേ ഈ ഒരു റോസ്റ്റ് സെറ്റായിട്ട് വരുള്ളൂ. പിന്നെ അതിന് ശേഷം ഇതേ കുറച്ച് മല്ലിപ്പൊടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു കേട്ടോ. മല്ലിപ്പൊടി നിങ്ങൾക്ക് മഞ്ഞളും മുളകിൻ്റെ കൂടെ തന്നെ ഇടാം. എന്നോട് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇടാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നു ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ആഡ് ചെയ്തു അതിലോട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് ഇളക്കി കൊടുത്തു. കുറച്ച് ഏകദേശം നമുക്കൊരു കളറങ്ങ് സെറ്റായി വരുന്ന പോലെ തോന്നും. ഇതിൽ ഞാൻ ഫ്ലാഷും കൂടി ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റെഡിഷ് കളറും കൂടെ തോന്നിയേക്കാം. പക്ഷേ അല്ല, കുറച്ച് ഡാർക്ക് കളറിലേക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ ഞാനിത് നൈറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നൈറ്റാണ് എനിക്ക് കൂടുതൽ കുക്ക് ചെയ്യാൻ ഇഷ്ടം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എപ്പോഴാണ്, ഡേ ടൈം ആണോ നൈറ്റ് ടൈം ആണോ കുക്ക് ചെയ്യാൻ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് കൂടുതൽ ഇഷ്ടം നൈറ്റാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതേ ക്രാബ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ നിന്ന് ക്രാബ് മൊത്തം ഇതിലോട്ടിട്ടു. ഇതിൻ്റെ കൂടെ നമുക്കൊരു വെള്ളം ഉണ്ടാവും. നമ്മൾ നേരത്തെ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വെള്ളം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വെള്ളവും കൂടി ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല യമ്മി ആയിരിക്കും. കാരണം ഇതിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റൊക്കെ കംപ്ലീറ്റ് അതിലുണ്ടാവും ആ വെള്ളത്തിൽ. അപ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് പിന്നെ ഒരു മിക്സിങ് ആണ് കേട്ടോ കുറേ സമയം. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്കും തോന്നും, എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു, അയ്യോ ഓണിയൻ കുറഞ്ഞു പോയോ, ക്രാബാണല്ലോ മൊത്തം കാണുന്നത്, ഓണിയൻ എവിടെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷെങ്കിൽ കൂടുതൽ നമുക്കൊരു സെമി ഗ്രേവി ഒന്നും ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇത്രയേ വേണ്ടൂ കേട്ടോ ഓണിയന്. അതെങ്ങനെയാണ് ക്രാബ് എപ്പോഴും മുന്നിലിങ്ങനെ വിസിബിളായിട്ട് നിൽക്കും. കാരണം അതങ്ങനെ ഒരു സ്ട്രക്ചറാണല്ലോ അതിൻ്റെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കാണാൻ ഒട്ടും ലുക്കില്ലാന്നല്ലേ? എനിക്കും തോന്നി കേട്ടോ, അത് കാണാനൊന്നും ലുക്കില്ലല്ലോ ദൈവം, ഇത് ഞാൻ വിചാരിച്ചൊരു പരുവത്തിലോട്ട് വരുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ലേ, കുറച്ച് സമയം നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് സമയം അടച്ചൊക്കെ വെച്ച് എന്നിട്ട് കുക്ക് ചെയ്തെടുത്ത് പിന്നെയും അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്രാബിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം നോർമലി വരും. അപ്പോൾ അതൊക്കെ നല്ലോണം വറ്റി വരണ്ട് ഡ്രൈ ആവുന്ന വരെ കീപ്പ് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ചും കൂടെ പെപ്പർ ഇട്ട് കൊടുക്കുക. കളറ് പോരാ അല്ലെങ്കിൽ എരിവ് പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെപ്പർ ഇടാം കേട്ടോ. ഞാൻ പെപ്പർ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെയും അതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ അടച്ച് തന്നെ വേവിക്കുക. അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു കളറ് മാറും അടച്ച് വേവിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് ക്ഷമ വേണം. കുറച്ച് പെട്ടെന്ന് അങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാധനമല്ല. പിന്നെ നമ്മൾ ഓൾറെഡി ആ ഒരു, ഞാൻ പറഞ്ഞില്ലേ, വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞൾ ഉപ്പിട്ട് ഞാൻ കാണിച്ചില്ലേ സ്റ്റാർട്ടിങ്, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്നെങ്കിലും ആയത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും. അപ്പോൾ അതൊക്കെ അടച്ച് വെച്ച് വേവിച്ചിട്ട് എനിക്ക് ഈ ഒരു ഫോമിലായി. അതായത് കുറച്ചും കൂടെ ഡ്രൈ ആയി, വെള്ളമൊക്കെ വറ്റി നല്ല ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്ലാഷ് ഇട്ടുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് റെഡ് കളറിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റായി അടുപ്പത്തു നിന്ന് എടുത്ത് വെച്ചിട്ട് ഫ്ലാഷ് ഒന്നും ഇടാതെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നല്ലൊരു കറിവേപ്പിലയോ മല്ലിച്ചപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം നല്ലോണം കൂട്ടിയിട്ട് ആ ഉള്ള വെള്ളം കൂടി നല്ലോണം അങ്ങ് വറ്റിച്ചളയും. വറ്റിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ കുറച്ച് സമയം നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്ത് വെച്ചത് ഒരു തണിഞ്ഞ പരുവത്തിലേക്ക് വരുമ്പോഴും നല്ലോണം ഡ്രൈ ആയിട്ട് വരും. കുറച്ച് വെള്ളം അതിലുണ്ടെങ്കിലും അത് ഡ്രൈ ആയിക്കോളും. ഇത് ഫ്ലാഷ് ഒന്നും ഇടാതെ ഞാൻ എടുത്താന്ന് കേട്ടോ ഇത്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അധികം ഗ്രേവി ഇല്ലാതെ ഒരു ഡാർക്ക് കളറിലായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ദോശയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, കപ്പയുടെ കൂടെ കഴിക്കാം, ചക്കയുടെ കൂടെ കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെയും
സൂപ്പർ ടേസ്റ്റ് യമ്മി ആയിരിക്കും. അപ്പോൾ എന്നെപ്പോലെ സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാരൊന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി വെക്കുക. കാരണം വളരെ സിമ്പിളാണ്, കൂടുതൽ ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല. പിന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു വലിയ വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതേ ഞണ്ട് കൊതിയന്മാരൊക്കെ വേഗം വന്ന് ഞണ്ട് കഴിച്ചു, അല്ലെങ്കിൽ കഴിക്കാനില്ലാത്തവർ വേഗം ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്ത് ബൈ ബൈ, സീ യു.